എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് കർണാടക സ്റ്റൈല് ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തിയുടെ റെസിപ്പിയാണ്. ദോശ, ഇഡ്ഡലി, നീരുദോശ, ഓട്ടട, ചോറിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളിയാണ് ഈ ചമ്മന്തി. ഈ ചമ്മന്തി നമ്മൾ തയ്യാറാക്കുന്നത് വെള്ളരിക്ക കൊണ്ടാണ്. കുക്കുംബർ സാധാരണ നമ്മൾ സാലഡാക്കി കഴിക്കാറുണ്ട്, ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ട്, അല്ലെങ്കിൽ ഈ ചൂടത്ത് വെറുതെ പച്ചയ്ക്ക് അങ്ങനെ തിന്ന ശരീരമൊക്കെ തണുക്കാൻ നല്ലതാണ്. അപ്പോൾ ചമ്മന്തി ആയാലോ സൂപ്പറാണ്, നല്ല ടേസ്റ്റാട്ടോ. ഇതുകൊണ്ട് ചമ്മന്തി അരച്ചാൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ചമ്മന്തി ഒന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്കണേ. എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഞാനൊരു മീഡിയം സൈസിൽ കുക്കുംബർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനിയൊരു പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്ന ഒരു 3/4 സ്പൂണോളം കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ചമ്മന്തിക്ക് ചേർക്കുന്ന പൊട്ടുകടല ഉണ്ടല്ലോ, അത് ചേർത്താലും മതി. അതിന് പകരം കടലപ്പരിപ്പാണെങ്കിലും മതി. ഞാനിപ്പോൾ ഒരു 3/4 സ്പൂണോളം കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 1/2 സ്പൂണ് ഉഴുന്ന് പരിപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് ഈ എണ്ണയ്ക്കകത്ത് ഇടുന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആവണം. ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറി നന്നായിട്ട് റോസ്റ്റായി കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി നമുക്കൊരു 5-6 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഈ എണ്ണയ്ക്കകത്ത് നന്നായിട്ട് നമ്മൾ വഴറ്റി ചമ്മന്തി അരച്ച് കഴിയുമ്പോൾ ആ വെളുത്തുള്ളിയുടെ ടേസ്റ്റ്, ആ പച്ച ചുവയൊന്നും ഉണ്ടാകത്തില്ല. ഇനി എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളകോ കാന്താരിയോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം കാന്താരിയാണ് ചേർത്ത് കൊടുത്തിട്ട്. എന്നിട്ട് ഈ വെളുത്തുള്ളിയും പച്ചമുളകും ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് ഇതുപോലെ ഇതൊന്ന് വറുത്തെടുക്കണം. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വറുത്ത് ആ വെളുത്തുള്ളിയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കുക്കുംബർ ഉണ്ടല്ലോ, ആ കുക്കുംബർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് മൂടി വെച്ച് ആ കുക്കുംബറൊക്കെ ഒന്ന് ലൈറ്റായിട്ട് വേവിച്ചെടുക്കണം. ഒത്തിരി അങ്ങ് വെന്ത് പോകണ്ട, ലൈറ്റായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ആ പച്ച ചുവയൊന്ന് മാറി കിട്ടുന്നവരെ മാത്രം. പച്ചമുളകിന് പകരം നമുക്ക് വറ്റൽമുളക്, ചുമന്ന മുളക് ചേർത്തും ഈ ചമ്മന്തി തയ്യാറാക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ചമ്മന്തി നല്ല ചുമന്ന കളറായിരിക്കും. നമ്മളിപ്പോൾ പച്ചമുളക് ചേർത്ത് കഴിയുമ്പോൾ നല്ല വെളുത്ത കളറിൻ്റെ ചമ്മന്തി ആയിരിക്കും. ഇതുപോലെ മൂടി ഒരു 2-3 സെക്കൻഡ് വെച്ച് കഴിയുമ്പോൾ ആ ആവിയിൽ ആ കുക്കുമ്പറൊക്കെ ഒന്ന് ആവി കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ തുറന്നിട്ട് നമുക്കിതിലേക്ക് തേങ്ങ, ഞാനിപ്പോൾ ഒരു അരമുറിയില്ല, അതിൽ കുറച്ച് കുറവ് തേങ്ങ, 1 കപ്പോളം തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങയും കൂടെ കൂട്ടിയിട്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഈ ആവി ചൂടുണ്ടല്ലോ, പാത്രത്തിന് ചൂടുണ്ട്, ആ ചൂടിൽ ഇത് മൂടി വെച്ച് എല്ലാം ഒന്നുകൂടെ നന്നായിട്ട് ചൂടായി കഴിയുമ്പം നമുക്ക് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഒരു ഇച്ചിരി പുളിയും ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കുറച്ച് പുളി മതി കേട്ടോ, അധികം പുളിയാകാൻ പാടില്ല. എന്നിട്ട് ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. ഇത് നമുക്ക് തരിയായിട്ട് വേണമെങ്കിൽ തരിയായിട്ട് അരച്ചെടുക്കാം, അല്ല നൈസായിട്ട് അരയ്ക്കണമെങ്കിൽ നൈസായിട്ടും വേണമെങ്കിൽ അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇച്ചിരി നൈസായിട്ടാണ് അരച്ചത്. ഇത് കണ്ടോ, ഇതുപോലെ അരച്ചെടുക്കണം. ഇത് അരച്ചെടുത്ത ചമ്മന്തിക്ക് തന്നെ നല്ല വെളുത്തുള്ളി കുക്കുംബറിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഇനി അരച്ച ചമ്മന്തി നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇല്ല ഇപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനാണെങ്കിൽ ഇതുപോലെ കട്ടിയായിട്ടുള്ള ചമ്മന്തിയായിട്ട് എടുത്താൽ മതി. വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ രാവിലെ ഓട്ടട ഉണ്ടാക്കി, അതിന് കോമ്പിനേഷനായിട്ടാണ് ഈ ചമ്മന്തി തയ്യാറാക്കിയത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് കടുകും ഒരു നുള്ള് ജീരകവും കരിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ടിട്ട് ഇതെല്ലാം നന്നായിട്ട് ചൂടായി വറന്ന് കഴിയുമ്പം നമ്മുടെ ഈ വറവ് കൂടെ ചമ്മന്തിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ അടിപൊളിയായിട്ടുള്ള കുക്കുംബർ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഈ ചമ്മന്തി ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇതുപോലെ വറവൊക്കെ കൊടുത്ത് മിക്സ് ചെയ്ത് എന്നോ ടേസ്റ്റാണെന്നറിയുമോ, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ്. അപ്പം ഈ വറവ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ സൂപ്പറായിട്ടുള്ള കുക്കുംബർ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചമ്മന്തി വേണം, എല്ലാ ദിവസവും ഒരേ ചമ്മന്തി അല്ലാതെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും വേണമെന്ന് തോന്നുമ്പോൾ ഇതുപോലെ ഒന്ന് ചമ്മന്തി തയ്യാറാക്കി നോക്കണേ. ഓട്ടോടയുടെ കൂടെ ഇത് സൂപ്പറാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി ഇതുപോലെ സിമ്പിളായിട്ടുള്ള വീഡിയോയിൽ കാണാം. ബൈ.